മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന തോമസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. इस सभा की अगुवाई करने वाले थॉमसन पास्टर जी के लिए परमेश्वर को धन्यवाद करता हूँ. കർത്താവ് കുടുംബമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आपको पूरे परिवार को बहुत आशीष से भरे. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആശിർ മോന് വേണ്ടിയും ദൈവത്തെ സ്തുതിക്കുന്നു. अनुवाद करने वाले भाई के लिए भी परमेश्वर को धन्यवाद करता हूँ. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. इस सभा में आए हुए सभी भाई बहनों के लिए परमेश्वर को धन्यवाद करता हूँ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യേ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. एक और बार परमेश्वर ने सौभाग्य दिया कि सभा में जुड़कर वचन से बात करने के लिए परमेश्वर ने मदद किया, इसलिए परमेश्वर का धन्यवाद करता हूँ. ഇപ്പോഴും പിന്നീടുമായി ലൈവിൽ ഈ വചനം ശ്രദ്ധിക്കുന്നവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. अभी जो हमारी बातों को सुन रहे हैं और जो बाद में लाइव को सुनकर वचन से सीखेंगे, उन सभी के लिए परमेश्वर का धन्यवाद करता हूँ. കർത്താവ് ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आप सबको आशीष करने पाए. നമുക്ക് ഒരു തിരുവചനം വായിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കാം. हम एक वचन को पढ़कर आपस में इन बातों को मनन करके सीखेंगे. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16 അധ്യായം 13-14 വാക്യങ്ങൾ. पहला कुरिन्ती उसका 16वां अध्याय उसका 13वां वचन हम मिलकर पढ़ेंगे. और 14 पहला कुरिन्ती उसका 16वां अध्याय उसका 13वां और 14 को हम मिलकर पढ़ेंगे. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വീൻ. जागते रहो, विश्वास में स्थिर रहो, पुरुषार्थ करो, बलवंत हो, जो कुछ करते हो प्रेम से करो. 5 കൂട്ടം കാര്യങ്ങൾ കൊരിന്ത്യ സഭയെ കർത്താവിന്റെ ദാസൻ പൗലോസ് ഓർപ്പിച്ചുണർത്തുകയാണ്. कुछ लगभग 5 बातें हैं जो पौलुस प्रेरित जो है कुरिन्थ की कलीसिया को बताकर दर्शाते हैं. കൊരിന്ത്യ സഭയെ ഓർപ്പിച്ചുണർത്തുമ്പോൾ അത് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ये वचन इस प्रकार कहता है कि ये बातें सिर्फ कुरिन्थ की कलीसिया के लिए नहीं, सभी कलीसियाओं के लिए है जो इस वचन को सुन रही हैं. നിങ്ങൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. तो ये बातों को हम इस अध्याय के इसी किताब के दूसरे अध्याय में हम इन बातों को समझ सकते हैं. അവിടെയും ഇവിടെയും എവിടെയുമുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ്. ये ऐसा बताया गया है कि चाहे वहां की कलीसियाएं हो चाहे यहाँ की कलीसियाएं हो, ये बातें हर कलीसिया के लिए लागू होती हैं. അപ്പോ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർക്കുമുള്ളതാണ് ഈ ലേഖനം. तो ये इस सभा में भी जुड़े हुए सभी लोगों के लिए ये आयत, ये वचन लागू होता है. ചില പണ്ഡിതന്മാര് പറയും ചില ലേഖനങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർക്കുള്ളതായിരുന്നു, നമുക്കത് ബാധകമല്ലെന്ന്. कुछ लोग इस प्रकार कहते हैं कि ये उनके बारे में लिखा गया है, उनकी कलीसिया के लिए लिखा है, हमारे लिए सब नहीं लिखा है. എന്നാൽ ദൈവവചനം മുഴുവൻ എല്ലാ ഇടങ്ങളിലുമുള്ള ദൈവമക്കൾക്കുള്ളതാണ്. लेकिन एक बात को समझें, जो परमेश्वर का पवित्र शास्त्र है वो सभी विश्वासियों के लिए, सभी मसीहों के लिए एक समान है. ഞാൻ ഒരിക്കല് യോഹന്നാന്റെ സുവിശേഷത്തിലെ വിഷയം കർത്താവായ യേശു ക്രിസ്തു കാല് കഴുകിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്വീൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഭ പറയുകയാണ്, സഭയിലെ വിശ്വാസികളും പാസ്റ്ററും പറയുക ഞങ്ങൾക്കിതില്ല എന്ന് പറയാനിടയായി. मैंने एक बार एक कलीसिया में ऐसा सुना कि जैसा हम सब जानते हैं यूहन्ना की किताब में प्रभु यीशु मसीह अपने चेलों के पाँव को धोते हैं, तो वहां पे मैंने ऐसी शिक्षा सुना कि उन्होंने ऐसा कहा कि ये सब चीजें उनके लिए थी, हमारे लिए ये सब चीजें लागू नहीं होती हैं. ഞാൻ തുടർന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ പറയാനിടയായി തീർന്നു, നിങ്ങൾക്ക് 3 സുവിശേഷം, എനിക്ക് 4 സുവിശേഷം. तो मैंने उस प्रकार उनको सिखाया कि आपके लिए 3 सुसमाचार होगा, मेरे लिए 4 सुसमाचार हैं. എനിക്ക് യോഹന്നാന്റെ സുവിശേഷവും ആവശ്യമായതുകൊണ്ട് ഞാൻ അത് എടുത്തോളാം എന്ന് പറയാനിടയായി. तो मैंने इस प्रकार कहा, मेरे लिए यूहन्ना रचित सुसमाचार काफी महत्वपूर्ण है, मैं उसे लागू करता हूँ. ഞാനിത് പറയാൻ കാരണം ഈ ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരോടുമുള്ള ദൂതാണ്. तो ये जो मैं इसलिए कह रहा हूँ क्योंकि यहाँ आयत में इस प्रकार लिखा है, जागते रहो, विश्वास में स्थिर रहो, ये सभी लोगों के लिए लागू होता है. ഈ 5 കൂട്ടം കാര്യങ്ങൾ വിശദീകരിക്കാൻ 2 ദിവസമെങ്കിലും വേണം. ये चीजों को समझने के लिए हमें कम से कम 2 दिन लगेगा. എന്നാൽ അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. लेकिन इन वचनों का जो शुरुआती जो भाग है उसको पढ़कर आज की सुबह हम मनन करेंगे. ഉണർന്നിരിപ്പീൻ എന്ന്
കർത്താവിന്റെ ദാസനിൽ കൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുക. पवित्र आत्मा के द्वारा ये दास हमसे इस प्रकार कहता है, जागते रहो. എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കേണ്ടത്? क्या कारण है कि हमें जागते रहने की आवश्यकता है? ഉണർന്നിരുന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? हमारे ना जागने से क्या क्या घटनाएं घटित हो सकती हैं? ഉണർന്നിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉറങ്ങേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. हम जागते रहने से इसका मतलब ये नहीं कि हम सो रहे हैं. ശരീരം ഉറങ്ങിയാലും ആത്മാവ് ഉണർന്നിരിക്കണം. ये कहने का पीछे कारण ये है कि हमारा शरीर सोए या जगे, हमारी आत्मा हमेशा जागी रहनी चाहिए. ഈ ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. हमारा शरीर और हमारा आत्मा दो अलग अलग बातें हैं. ഈ ശരീരം ഉറങ്ങിയാലും ആത്മാവിന് ഉണർന്നിരിക്കാൻ കഴിയും. हमारा शरीर भले ही सो सकता है, लेकिन हमारी आत्मा शायद जागी रह सकती है. അപ്പോ ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. हो सकता है कि जब हम शरीर में जब हम थकावट हमें थकान होती है तो हम सो जाते हैं, आराम करते हैं. എന്നാൽ അകത്തെ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. लेकिन अगर अंदर का जो व्यक्ति अगर वो सोया नहीं है तो वो परमेश्वर के साथ एक वार्तालाप से जुड़ा हुआ है. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. तो प्रियो, इन बातों के बारे में 2 कुरिन्थियों उसका 5वां अध्याय उसके 9वें वचन में हम ऐसे ही बातों को सीखते हैं. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്നൊരു പദം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. वहां पे इस प्रकार हम पढ़ सकते हैं कि चाहे साथ रहे चाहे अलग रहे पर हम उसे भाते रहे, ऐसा लिखा है. ഈ ശരീരമല്ല ഞാൻ, ഇതിനകത്തുള്ളതാണ് ഞാൻ. तो इसका मतलब ये है कि ये जो बाहर शारीरिक चीज है, जो शारीरिक हमारा जो व्यक्तित्व है, इससे ज्यादा हमारा अंदर का व्यक्तिगत हमारा उससे महत्व होता है. ഈ ശരീരം എന്ന് പറയുന്നത് എനിക്ക് വസിക്കാൻ ദൈവം തന്നൊരു കൂടാരം മാത്രമാണ്. ये जो शरीर है परमेश्वर ने मुझे इसलिए दिया है ताकि मेरी आत्मा इसमें वास कर सके. ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം കർത്താവ് നൽകുമെന്ന വചനം പറയും. तो इसमें हमारे ये जो हमें चीजों को करना है, उन सभी चीजों के बारे में परमेश्वर हमें उपयोगी करके देगा. അപ്പൊ ഈ ശരീരം ഉറങ്ങിയാലും അകത്തുള്ള ഞാൻ ഉറങ്ങാൻ പാടില്ല. चाहे हमारा शरीर सोए या फिर जागे, हमारा अंदर का जो आत्मिक मनुष्य है वो सोना नहीं चाहिए. അതിന്റെ ആ വിഷയം ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. मैं ये यहाँ पे इस बात को बोलकर समाप्त करता हूँ. അതിന്റെ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. मुझे इस बात पे ज्यादा हमें ध्यान देना है कि जागते रहने का पीछे कारण क्या है. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു. जो पत्रस की लिखी पहली जो पत्री है उसका 5वां अध्याय का 10वें वचन में इस प्रकार लिखा है, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തെരഞ്ഞ് ചുറ്റി നടക്കുന്നു. अंकल रेफरेंस प्लीज. 5:8. ओके. पहला पत्रस उसका 5वां अध्याय उसके 8वें वचन में इस प्रकार लिखा है, सचेत हो और जागते रहो, क्योंकि तुम्हारा विरोधी शैतान गरजने वाले सिंह के समान इस खोज में रहता है कि किसको फाड़ खाए. ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകത, നമുക്കൊരു പ്രതിയോഗിയുണ്ട്. അത് അയൽവക്കക്കാരല്ല, രക്തബന്ധങ്ങളല്ല, അത് പിശാചാണ്. हमें जागते रहने के पीछे कारण यह है कि हमारा एक विरोधी है, उसके बचाव के लिए हमें जागते रहना है. वो हमारा पड़ोसी नहीं, हमारे मित्र बंधु नहीं, बल्कि शैतान है. ആ സാത്താന്റെ ലക്ഷ്യം ആരെയെങ്കിലും ഒക്കെ വിഴുങ്ങണമെന്നാണ്. उस शैतान का एक ही उद्देश्य है, उसका एक ही ये उद्देश्य है कि किसको फाड़ के खत्म करे. അപ്പോൾ അവനിങ്ങനെ അതിനു വേണ്ടി തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന വചനം പറയുന്നു. तो वचन इस प्रकार कहता है कि वो शैतान भटकते रहता है, घूमते रहता है, खोज में रहता है कि किसे फाड़ खाएं. അവനിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് വിഴുങ്ങാൻ പറ്റുന്നതെന്ന്. वो इस बात को खोजते ही रह रहे हैं कि पहले किसको खत्म करें.
അവനിങ്ങനെ അതിനു വേണ്ടി ചുറ്റി നടക്കുകയാണ്. इस बात की खोज के लिए वो घूमते रहते हैं. ചുറ്റി നടക്കുമ്പോഴൊക്കെ അവനിങ്ങനെ തിരയുകയാണ് ആരെ വിഴുങ്ങാൻ കഴിയും. वो खोजते खोजते इस बात को वो खोज रहे हैं, ढूंढ रहे हैं कि पहले किसे फाड़ के खत्म करें. ഇവിടെ ഇരിക്കുന്ന മേരിക്കുട്ടി ആന്റിയുടെ അടുക്കലും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. हो सकता है यहाँ पे जो हमारी बहन मेरी कुट्टी बैठी हैं उनके पास भी वो ऐसे भटक रहा हो. ജോർജ് അച്ചായന്റെ ചുറ്റും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. हो सकता है वो शैतान हमारे जॉर्ज अंकल के आसपास भी घूमता हो. തോമസ് അംബാസഡറിന് ചുറ്റും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. ये भी हो सकता है थॉमसन पास्टर जी के आसपास भी वो शैतान घूम रहा हो. ജോയ് പാസ്റ്ററിന് ചുറ്റും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. हमारे जोए पास्टर जी के भी आसपास वो घूमता हो, ऐसा हो सकता है. ഇവിടെ ഇരിക്കുന്ന എന്റെ ചുറ്റും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. यहाँ पे हमारे बीच में भी वो बीच बीच में खोजता हुआ ढूंढ रहा है. എന്തുവാ അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നേ? वो क्या ढूंढ रहा है? എന്നെ വിഴുങ്ങാൻ പറ്റുമോ? मुझे कैसे खत्म किया जाए? നിങ്ങളെ വിഴുങ്ങാൻ പറ്റുമോ? आपको कैसे खत्म किया जाए? നീ ഉണർന്നിരിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, अगर आप जागे रहे वाले एक मसीह अच्छे विश्वासी हैं तो നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आपको छूने की अनुमति परमेश्वर नहीं दिया है. आपके साथ परमेश्वर है. विश्वास करने वाले परमेश्वर को धन्यवाद करें. ഇവനിങ്ങനെ ചുറ്റി നടന്നിട്ട് ഒരിക്കൽ അവൻ തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. ये ऐसे एक बार ये खोजते खोजते ये भटकते भटकते परमेश्वर के पास गया. അവൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ ദൈവം അവനോട് ചോദിക്കുക, നീ എവിടെ പോയിട്ട് വരുന്നു? तो जब वो भटकते भटकते परमेश्वर के पास गया तो प्रभु इस प्रकार कहा कि तुम ये ढूंढते ढूंढते भटकते भटकते क्या कर रहे थे, यहाँ कैसे आए? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക. तो उसने इस प्रकार कहा कि मैं पृथ्वी पर भटकता हुआ घूमता हुआ पूरा घूम रहा था. അപ്പൊ ദൈവം ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? तो परमेश्वर ने इस प्रकार कहा कि क्या मेरा प्रिय दास अय्यूब के ऊपर तुमने अपनी दृष्टि गढ़ाई की नहीं? അവൻ പറഞ്ഞു, ദൃഷ്ടിയൊക്കെ വെച്ചതാ, പക്ഷേ തൊടാൻ പറ്റിയില്ല. അങ്ങ് അവന് ചുറ്റും ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. तो उसने इस प्रकार कहा, मैंने देखा है लेकिन छूने की इजाजत नहीं, उसे मैं छू नहीं सकता क्योंकि आपने उसे चारों तरफ से रक्षा करके रखा है. അതുകൊണ്ടാണ് ഞാൻ ചിലരുടെ പേര് പറഞ്ഞത്. നമ്മുടെ എല്ലാം ചുറ്റും അവനിങ്ങനെ കറങ്ങുന്നുണ്ട്. इसलिए मैंने नाम लेकर आपसे कहा कि हमारे मध्य में वो ऐसा घूम रहा है. പക്ഷേ തൊടാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വേലിയുള്ളതാ. क्योंकि वो हमें छू नहीं सकता, क्योंकि उसको छूने वो हमें छू नहीं सकता क्योंकि उसके पीछे परमेश्वर की योजना है. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ വേലിയുള്ളവനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो परमेश्वर की सेवा करते हैं उनको छूने के लिए शैतान को कोई इजाजत नहीं. इस बात को मैं जब सुनता हूं तो प्रियो हमें परमेश्वर की आराधना करनी चाहिए. നിനക്ക് ചുറ്റും വേലി കെട്ടിയത് ദൈവമാണെങ്കിൽ ദൈവം അറിയാതെ നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. अगर आपके चारों तरफ परमेश्वर ने अपना रक्षा कवच डाला है तो आपको कोई भी शैतान नहीं छू सकता. അതുകൊണ്ടാ ദൈവം നിന്നോട് പറയുന്നത്, വേലിയുള്ള നീ ഉറങ്ങിപ്പോകരുത്, ഉണർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കണം. इसलिए वचन से बार बार कहता है, जागते रहो जागते रहो, जाकर उस परमेश्वर की आराधना करो. അതെ, അങ്ങനെ നിന്നെ ചുറ്റി നടക്കുന്നതൊന്നും നിന്നെ ചുറ്റാനോ തൊടാനോ എന്റെ ദൈവം അനുവദിക്കത്തില്ല. हमारा परमेश्वर किसी बात की अनुमति नहीं देगा. जो जो चीजें हमारे चारों तरफ भटक रही हैं, जो हमें खोज रही है, हमें खत्म करने की कोशिश कर रही है, वो सब बातें हमें नहीं छू सकती. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, जब प्रभु यीशु मसीह इस धरती पर इस जगत में आए थे, ലൂക്കോസ് 22:31-32 ഇങ്ങനെ പറയുകയാണ്. लूका उसका 22वां वचन 22वां अध्याय उसका 31वां और 32वां वचन में इस प्रकार लिखा है, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. शमौन हे शमौन, देख शैतान ने तुम लोगों को मांग लिया है कि गेहूं के समान फटके.
അപ്പോ ദൈവത്തോട് അനുവാദം ചോദിച്ച് ദൈവം അനുവദിക്കാതെ നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आपको छूने के लिए एक अनुमति लेकर कोई भी बिना अनुमति के आपको छू नहीं सकता, आपको खत्म नहीं कर सकता. इस बात को सुनकर मैं परमेश्वर का धन्यवाद करता हूँ. ശീമോനോട് കർത്താവ് പറയാ, നിന്നെ മാത്രമല്ല നിങ്ങളെ കോതമ്പ് പോലെ മാറ്റാൻ. शमौन, हे शमौन, तुम लोगों को मांग लिया है गेहूं के समान फटकने के लिए. എന്നാൽ കർത്താവ് പറയാ, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. लेकिन 32वें आयत में इस प्रकार लिखा है, परंतु मैंने तेरे लिए विनती की कि तेरा विश्वास जाता ना रहे, और जब तू फिरे तो अपने भाइयों को स्थिर करना. ഇന്ന് പ്രഭാതത്തിലും ചിലതിനെ പാറ്റിക്കളയാൻ പിശാച് ചോദിച്ചപ്പോൾ വിട്ടുകൊടുക്കാതെ കർത്താവ് സൂക്ഷിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. उस लोगों को फाड़ने के लिए, फटकने के लिए अनुमति मांगा हुआ शैतान को, जो शैतान ने अनुमति मांगा, लेकिन परमेश्वर ने हमारी सहायता की, हमारी रक्षा की, इसलिए परमेश्वर का धन्यवाद करता हूँ. നാം നിലനിൽക്കുന്നത് നമ്മുടെ മിടുക്കല്ല, മറിച്ച് കർത്താവിന്റെ സംരക്ഷണമുള്ളത് കൊണ്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. प्रियो, आज हम जो यहाँ पर खड़े हैं, आज हम यहाँ जो बैठे हैं, हमारी बुद्धि के द्वारा नहीं, हमारी सामर्थ्य के द्वारा नहीं, बल्कि परमेश्वर की योजना है, परमेश्वर की सामर्थ्य है, इसलिए मैं परमेश्वर को धन्यवाद करता हूँ. ആ ഏകാഗ്രതയെ മാറ്റിക്കളയാൻ യേശു ക്രിസ്തുവിനെ പോലും പരീക്ഷിച്ച പിശാച് നമ്മെയും പരീക്ഷിക്കും, പക്ഷെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. जिस प्रकार शैतान ने प्रभु यीशु मसीह की भी परीक्षा ली, प्रभु यीशु मसीह भी उन परिस्थितियों में से होकर गए, वैसी परिस्थितियां आएंगी हमारे जीवन में भी, लेकिन हमारे छूने की अनुमति शैतान को नहीं है. ഒന്നി നിന്നെ വിഴുങ്ങിക്കളയുക, അല്ലെ നിന്നെ പാറ്റിക്കളയുക, ഇതാണ് പിശാചിന്റെ പദ്ധതി. ദൈവം അതിനെ അനുവദിക്കത്തില്ല. शैतान आपको फाड़ खाने के लिए, आपको फटकने के लिए वो चाहता है, लेकिन परमेश्वर उसकी इजाजत नहीं दिया है. പാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയായി പഠിച്ചാൽ अगर फटकने के बारे में यहाँ पे लिखा है गेहूं के समान फटके, उसका पीछे का अर्थ अगर हम समझे तो സ്വസ്ഥാനത്തു നിന്ന് മാറ്റിക്കളയുക എന്ന് അതിന്റെ അർത്ഥം. उसका पीछे हम अर्थ इस प्रकार समझ सकते हैं, पदवी से हटाना, इसका मतलब फटकना है. പാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗോതമ്പോ നെല്ലോ ഒക്കെ പാറ്റാറുണ്ട്. हम जिस प्रकार गेहूं को फटकते हैं, गेहूं को हम लोग छानते हैं, അകത്ത് വെയിറ്റ് ഇല്ലാത്ത, അകത്ത് അത് വിത്തില്ലാത്തതെല്ലാം പുറത്തേക്ക് പോകും. जब हम गेहूं को छांटते हैं तो जिसमें दाना नहीं होता है वो निकल जाता है. അതുപോലെ നിന്നെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പാറ്റി പുറത്ത് കളയാനാ പിശാചിന്റെ പദ്ധതിയെങ്കിലും ദൈവം അതിന് അനുവദിക്കുന്ന ദൈവമല്ല. लेकिन शैतान ये चाहता है कि वो हमें फटका कर हमें अलग करे, लेकिन प्रभु परमेश्वर का योजना कुछ और है. परमेश्वर ने अनुमति नहीं दिया है. നീ ആയിരിക്കുന്ന ദേശത്തു നിന്നെ മാറ്റിക്കളയാൻ, तुम जिस प्रदेश में हो, जिस स्थान में हो, वहां से तुम्हें हटाने के लिए, നീ ഏത് പദവിയിലാണോ ഇരിക്കുന്നത് അതിനകത്തുനിന്ന് മാറ്റിക്കളയാൻ, तुम जिस पदवी पर बैठे हुए हैं, उस पदवी पर से आपको हटाने के लिए പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ദൈവമൈതനെ നിന്നെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. आपको हटाने के लिए शैतान कोशिश कर रहा है. तो प्रियो, जो जागे हुए लोग, आपसे मैं कहना चाहता हूँ, परमेश्वर आपके साथ है, परमेश्वर आपकी रक्षा के लिए खड़ा है. വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, तो मैं वापस अपने वचन पे आता हूँ. जो शैतान जो गरजने वाले सिंह के समान आता है, ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാ. वो इस बात को भटक कर खोज ही रहा है कि किसको खत्म करे, किसको फाड़ कर उसका नाश करे. അനേകരെ
അവൻ വിഴുങ്ങിക്കളഞ്ഞു. ഇന്നും അനേകരെ അവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം നിലനിർത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. कई लोगों को शैतान भटकाकर नाश कर कर फाड़ चुका है, कई लोगों को फाड़ने की कोशिश कर रहा है, लेकिन वो परमेश्वर हमारे साथ खड़ा है, इसलिए हम बचे हुए हैं। इसलिए हम परमेश्वर का धन्यवाद करें। ഒരിക്കൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിന്ന് പലരെയും അവൻ വിഴുങ്ങിക്കളഞ്ഞു. कई बार जो विश्वास में स्थिर थे उनको ये शैतान ने हटाकर नाश कर दिया। പലരെയും അവൻ സ്വസ്ഥാനത്തു നിന്ന് പാറ്റി പുറത്താക്കി കളഞ്ഞു. कई सारे लोगों को जो एक अच्छे पदवी पर थे, आत्मिक हो चाहे किसी भी परिस्थिति में हो, एक पदवी में थे, उसमें से उनको हटा दिया। എന്നാൽ ഇന്നും ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതോർത്ത് എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. लेकिन आज भी हमारे पदवी में परमेश्वर ने हमें संभाल के रखा। कितने लोग परमेश्वर को धन्यवाद कर सकते हैं? നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ യോഗ്യതയോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരുതലാണ് നാം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. प्रियो, हमारी योग्यता, हमारी पढ़ाई, हमारा सामर्थ्य नहीं कि हम आज स्थिर खड़े हैं। वो परमेश्वर की दया है, वो परमेश्वर की कृपा है, वो परमेश्वर की रक्षा है जो आज हम स्थिर खड़े हैं। സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. समय की पाबंदी के कारण मैं अपने दूसरे भाग की तरफ बढ़ना चाहता हूँ। അതെ, രണ്ടാമത്തെ വിഷയം എന്തുകൊണ്ട് ഉണർന്നിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 29-30 വാക്യങ്ങൾ. तो प्रेरितों के काम उसका 20वां अध्याय में हम आएंगे। उसके 29वें और 30वें वचन में इस प्रकार लिखा है, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. तो यहाँ पे इस प्रकार लिखा है, 29वें वचन में लिखा है, प्रेरितों का काम उसका 20 का 29 में लिखा है, मैं जानता हूँ कि मेरे जाने के बाद फाड़ने वाले भेड़िए तुम में आएंगे जो झुंड को ना छोड़ेंगे। तुम्हारे ही बीच में भी ऐसे ऐसे मनुष्य उठेंगे जो चेलों को अपने पीछे खींच लेने को टेढ़ी मेढ़ी बातें कहेंगे। इसलिए जागते रहो। ഉണർന്നിരിക്കേണ്ടതിന്റെ രണ്ടാമത്തെ ആവശ്യകത വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നുള്ളതാണ്. प्रियो, जागते रहने के पीछे का एक और कारण यह है कि हमारे मध्य में अनेक सिद्धांतों को, अलग अलग शिक्षाओं को सिखाने वाले लोग हमारे बीच में मौजूद हैं। അവർ ആദരിക്കാത്തവരാണ്. वो झुंड को आदर नहीं करने वाले लोग हैं। അവർ കോടിയ ചെന്നായ്ക്കളാണ്. वो भेड़िए हैं, फाड़ने वाले भेड़ियों के समान आते हैं। എന്താണ് ഈ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത എന്ന് പറഞ്ഞാൽ? लेकिन हम समझे भेड़ों के झुंड का आदर ना करने वालों के बारे में हम अगर समझे तो ദൈവത്തിലേക്ക് ദൈവജനത്തെ അടുപ്പിക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെയാണ് അത് പറയുന്നത്. परमेश्वर के राज्य में बढ़ावा देने के बजाय अपनी शिक्षाओं को अपने बारे में अपनी तरफ आकर्षित करने वाले लोग इस प्रकार होते हैं। കൊടിയ ചെന്നായ്ക്കളുടെ ആഗ്രഹം എന്താണ്? എന്റെ കാര്യം നടക്കണം, എന്റെ സാമ്രാജ്യം വളർത്തണം. जो भेड़िए होते हैं, फाड़ने वाले भेड़ियों के बारे में हम बात कर रहे हैं, वो यही चाहते हैं कि मेरी बातें, मुझे लोग देखें, जो मैं बात कर रहा हूं उन्हें लोग सुने। ചെന്നായ്ക്കൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല ആട്ടിൻകൂട്ടം മാനിക്കപ്പെടണം, ആദരിക്കപ്പെടണമെന്ന്. जो भेड़िए हैं वो ये चाहते हैं, कभी नहीं चाहेंगे कि भेड़ जो है उनका झुंड में आदर बढ़े। എന്നാൽ അതിന്റെ ആഗ്രഹം മുഴുവൻ എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം, എന്റെ കാര്യം നടക്കണം. वो इस प्रकार सोचते हैं, उनका आदर हो या ना हो, मुझे मेरा आदर होना चाहिए, मेरा कार्य पूरा होना चाहिए। ഇന്നത്തെ
അനേക ന്യൂജൻ ശുശ്രൂഷകന്മാരുടെയും സ്വഭാവ വൈകൃതത്തെയാണ് ഈ വചനം കാണിക്കുന്നത്. आजकल के युवा पीढ़ी में कई सारे ऐसे लोगों के बारे में ये वचन हमें सिखाती है. അവർ അത് പ്രസംഗിക്കുന്നതും അവർ ജനത്തെ ഇളക്കുന്നതും ജനനിത്യതയിലെത്താനല്ല, അവരുടെ കാര്യം സാധിക്കാനാ. वो इस बात को ज्यादा बातों को वो ऐसा महत्व देते हैं कि अपने तरफ आकर्षित करते हैं, अपनी बातों को वो बताते हैं, अपनी सिद्धांतों को बताते हैं, बकाए कि वे जो लोग हैं वो स्वर्ग राज्य में जाएं, अनंत जीवन की तरफ जाएं, वो इस बात को नहीं देखते हैं. ാണെങ്കിൽ അവർ ചെയ്യുന്നത് ആട്ടിൻകൂട്ടത്തിന് ആവശ്യമുള്ളത് നൽകി അവരെ അത് ബലപ്പെടുത്തുകയാണ്. एक अच्छे व्यक्ति का यही उसका उद्देश्य होना चाहिए कि झुंड को बढ़ाए, झुंड की रक्षा करे, झुंड का आदर करे. എന്നാൽ ആട്ടിൻകൂട്ടം എവിടേക്ക് പോകുന്നെന്ന് അവർക്കറിയണ്ട, അവരുടെ കാര്യം സാധിക്കണം, അത് അവരുടെ ആവശ്യം. लेकिन वो ये सोचते हैं कि झुंड कहीं भी जाए या ना जाए, मेरा कार्य पूरा होना चाहिए. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് പറയുക. तो परमेश्वर का आत्मा हमसे इस प्रकार कहता है कि ऐसे लोग हमारे बीच में से उठेंगे. അവരുടെ ലക്ഷ്യം എന്താണ്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിക്കണം. तो उनका यही उनका उद्देश्य है कि चेलों को अपनी तरफ आकर्षित करे. അവർ കർത്താവിന്റെ ശിഷ്യന്മാരായി നിൽക്കരുത്, ഇവരുടെ പിന്നാലെ ചെല്ലണം. वो परमेश्वर के शिष्य ना होकर इनके पीछे चलने वाले लोग हों, वो ऐसा चाहते हैं. അതിന് അവർ ചെയ്യുന്നത് വിപരീത ഉപദേശം പ്രസ്താവിക്കും. तो ये इसलिए चाहते हैं कि उनकी सिद्धांत, उनके उपदेश लोग सुन सकें. അത് എബ്രായ ലേഖനം 13-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, तो हम जब इब्रानी, अंकल रेफरेंस प्लीज, എബ്രായർ 13:9, जो इब्रानी उसका 13वां अध्याय उसके 9वें वचन में इस प्रकार लिखा हुआ है. അതെ, അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. यहाँ पे इस प्रकार लिखा है, नाना प्रकार के विचित्र उपदेशों से ना भरमाए जाओ, क्योंकि मन का अनुग्रह से दृढ़ रहना भला है. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. कोई भी आपको अलग अलग प्रकार के उपदेशों से उपदेश सुनाकर आपको ना भरमाए. ഒരിക്കൽ ശരിയായ ഉപദേശത്തിന് വേണ്ടി നിന്നവർ പലരും ഇന്ന് ഉപദേശം വിട്ടു മാറുമ്പോൾ, जब आज के युग में हम देखें अलग अलग बातों को सुनकर भटकने वाले लोग भी आज के युग में है, तो അവരുടെ പിന്നാലെ പോകാനല്ല, ഒരു ശിഷ്യനായിരിക്കുവാൻ സമർപ്പിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. भीड़ के पीछे आकर्षित होकर ना जाकर परमेश्वर के शिष्य बने रहने वाले लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ. ഏതെല്ലാം ഉപദേശം പറഞ്ഞാലും, चाहे कोई भी उपदेश उनको सुनाया जाए, तब भी വചനത്തിന്റെ ഉപദേശം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ സഞ്ചരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. वचन में स्थिर रहकर, वचन की सिद्धांतों को पढ़कर, वचन की गूढ़ बातों को सीख कर, मनन कर कर अपने जीवन में लागू करने वाले लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ. വിവിധ ഉപദേശങ്ങളുമായി പലരും ഇറങ്ങിയിട്ടുണ്ട്. आज के युग में अलग अलग उपदेशों को लेकर, सिद्धांतों को लेकर कई लोग निकल चुके हैं. എന്നാൽ കർത്താവ് തന്ന ഉപദേശം വിട്ട് വ്യതിചലിക്കാതെ നിലനിൽക്കുവാൻ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. लेकिन इसमें हम ना भटके, इसके लिए हमें जागते रहने की आवश्यकता है. प्रियो, യോഹന്നാന്റെ 2-ാം ലേഖനം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, जब यूहन्ना उसका 2रा अध्याय उसके 9वें वचन को जब हम पढ़ते हैं, तो ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. जॉन चैप्टर 2 वर्स 9. 2 ജോൺ. ओके, दूसरा यूहन्ना उसका 2रा अध्याय उसके 9वें वचन उसके
पहला अध्याय का 9वें वचन में इस प्रकार लिखा हुआ है, जो कोई मसीह की शिक्षा से आगे बढ़ता जाता है और उसमें बना रहता है, उसके पास परमेश्वर नहीं, जो कि उसकी शिक्षा में स्थिर रहता है, उसके पास पिता भी है और पुत्र भी है। ഒരു പാസ്റ്ററും പറഞ്ഞ ഉപദേശത്തിലല്ല ഞാനും നിങ്ങളും നിൽക്കേണ്ടത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണ്. कोई एक दास एक व्यक्ति के उपदेश और सिद्धांत को सीखकर बने रहने वालों के बजाय हम वचन में स्थिर रहे, ये हमारे लिए अच्छी है बात है। അപ്പൊ നാം ചോദിക്കേണ്ടത് ഒരു പാസ്റ്ററോടല്ല, ചോദിക്കേണ്ടത് ദൈവത്തോടാ. हमें जो सवाल करना है वो किसी एक व्यक्ति से नहीं, एक पासबान से नहीं, बल्कि परमेश्वर से पूछना है। ഇന്ന് പലപ്പോഴും പല ദൈവദാസന്മാരോടാണ് പലരും ചോദിക്കുന്നത്, അങ്ങനെയാകാമോ ഇങ്ങനെയാകാമോ എന്നൊക്കെ. आज के हम ऐसा देखते हैं कि कुछ लोग ऐसे पासबानों से पूछते हैं कि हमें कैसे करना है कार्य को, कैसे हमें उसको हमें हैंडल करना है। നിങ്ങൾ ജീവിതത്തിൽ ശരിയാകത്തില്ല, കാരണം ഒരാൾ നിങ്ങളോട് അങ്ങനെയും പറയും, ഒരാൾ ഇങ്ങനെയും പറയും. आप कभी भी स्थिर नहीं रह सकेंगे, क्योंकि एक पासबान कुछ और बोलेगा, आपका पासबान कुछ और बोलेंगे। എന്നാൽ യേശു ഒന്ന് മാത്രമേ പറയത്തുള്ളൂ. लेकिन परमेश्वर प्रभु यीशु मसीह एक ही बात कहता है। കാരണം കർത്താവിന്റെ വചനം പറയുന്നു, ഊവെന്ന് പറഞ്ഞാൽ ഊവ്. तो जो परमेश्वर कहता है वो बात वैसा ही होता है, ऐसा वचन में लिखा हुआ है। ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. अगर नहीं बोला है तो वो नहीं होगा। അല്ല, ഒരിക്കൽ ഉണ്ടെന്നും ഒരിക്കൽ ഇല്ലെന്നും പറയുന്നതല്ല ദൈവാത്മാവ്. कभी होगा कभी नहीं होगा, ये बात परमेश्वर का आत्मा नहीं कहता है। ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് അനേക ഉപദേശകന്മാരും ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുക. आज के युग में ऐसे लोग कहते हैं, पहले कुछ और कहते थे, आज कुछ और कहते हैं। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെന്ന്. इसलिए मैं कहता हूँ मसीह की शिक्षाओं पर, मसीह के सिद्धांत पर डटे रहें, बने रहें। ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ തിരുവഴുത്തിൽ ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിക്കണം. अगर हमें इस बात को हमें टटोल कर देखना है कि मसीह ने किस प्रकार इस बात को हमें वचन में कहा है, हमें वचन को पढ़ना है। അല്ലാതെ അനിയൻ കുഞ്ഞു പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, തോമസ് അമ്മാസ് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ പുറകെ അല്ല പോകേണ്ടത്, ദൈവത്തിന്റെ വചനത്തിന്റെ പുറകെയാണ് പോകേണ്ടത്. अनिल कुंज पास्टर जी ने ये बोला था, थॉमसन पास्टर जी ने ये बोला था, ये बात को कहकर हमें नहीं बैठे रहना है। वचन पढ़कर मसीह हमें क्या कहता है, उस बात को हमें टटोल कर देखना है। നമുക്ക് ശരിയായ ഉപദേശം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. क्योंकि सही मार्गदर्शन हमें स्वर्ग की तरफ से मिलता है। ഞാൻ ഒരു പാസ്റ്റർമാരോടും അല്ലെങ്കിൽ ഒരു വ്യക്തികളോടും ചോദിച്ചല്ല എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. मेरे जीवन में कोई भी बदलाव अगर आया है तो किसी एक व्यक्ति के कहने पर, एक पासबान के कहने पर बदलाव मैंने नहीं किया। കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ചാണ് എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. मैं अपने जीवन में बदलाव तभी ला पाया जब परमेश्वर ने मुझसे कहा बदलने के लिए। എനിക്ക് ഈ വെള്ള ഷർട്ട് ഇടുന്നത് ഒട്ടും ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നില്ല. मुझे एक ऐसा समय था कि सफेद कपड़ा मुझे बिल्कुल पसंद नहीं था, എന്നാൽ അതിലേക്ക് എന്നെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവമാണ്. लेकिन उसमें मुझे लाया हुआ जो बात है वो परमेश्वर है, स्वर्ग है। ഞാൻ എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണമെന്ന് സ്വർഗമാ പറയുന്നത്. मुझे क्या पहनना है, कैसे पहनना है, वो स्वर्ग मुझे बताता है। ഞാൻ ശുശ്രൂഷയ്ക്കായി പോകുന്നിടത്തൊന്നും ഫാന്റെ ഇൻ ചെയ്ത് ഉപയോഗിക്കാറില്ല. मैं कहीं भी अगर बाहर जाता हूँ तो अपने कपड़ों को इन नहीं करता हूँ, अब अंदर नहीं करता हूँ। കാരണം സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രസംഗത്തിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇൻ ചെയ്ത് നിൽക്കാൻ പാടില്ലെന്ന്. तो मुझे एक बार परमेश्वर का आत्मा कहा कि जब भी प्रचार करोगे, सेवा में निकलोगे, अपने कपड़ों को अंदर की तरफ बंद करके मत रखना। ഞാൻ അതെ യാത്ര ചെയ്യുമ്പോൾ ഇൻ ചെയ്യാറുണ്ട്. मैं जब यात्रा करता हूँ तब मैं कपड़ों को अपने उसमें पैंट में इन करता हूँ, अंदर करता हूँ। എന്നാൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഇൻ ചെയ്യാറില്ല. लेकिन जब मैं सेवा करता हूँ, जब मैं प्रचार करता हूँ तो मैं ऐसा नहीं करता।
അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ റാന്നിയിൽ ഒരു സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിലക്കിയതാണ്. मुझे इसके पीछे का कारण नहीं पता, लेकिन मैं एक बार रानी नामक जगह पर मैं सेवा कर रहा था तो परमेश्वर का आत्मा ने मुझसे इस प्रकार कहा, ഞാൻ എന്ത് കഴിക്കണമെന്ന്, എന്തുടുക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് വേറൊരു വ്യക്തിയല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. मुझे क्या पहनना है, क्या खाना है, कैसे पहनना है, कैसे जीवन व्यतीत करना है, एक व्यक्ति ने नहीं कहा बल्कि परमेश्वर ने कहा. ഒരാൾ ഒരു വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു വസ്തുവും മാറ്റരുത്, ഒരു വ്യക്തി പറഞ്ഞ രീതിയിൽ ജീവിക്കരുത്, കർത്താവ് പറയുന്ന രീതിയിൽ ജീവിക്കണം. एक व्यक्ति की बात को सुनकर आप अपने जीवन में हम बदलाव ना करें, व्यतीत ना करें, स्वर्ग जैसा कहता है वैसे व्यतीत करें. കേരളത്തിലെ ഒരു ഉപദേശം ഞാൻ പണ്ടത്തെ ഉപദേശം പറയാം. ദൈവമക്കളാരും ആഭരണം ധരിക്കരുതായിരുന്നു പണ്ട് ഉപദേശിമാർ ഉപദേശിക്കുന്നത്. तो पहले मैं हमारे केरल में एक ऐसा प्रचार के बारे में, एक शिक्षा के बारे में कहना चाहता हूँ. जैसे हम जानते हैं जेवर पहनना, वैसे एक उपदेश है कि जेवर, मसीह को जेवर नहीं पहनना चाहिए. മുൻകാലങ്ങളിൽ ആഭരണം ധരിക്കരുതെന്ന് പറഞ്ഞ അതേ വ്യക്തികൾ ഇപ്പൊ പറഞ്ഞ് ധരിച്ചാലും കുഴപ്പമില്ലെന്ന്. जो जैसा पहले कहते थे कि जेवरात नहीं पहनना है, वही आज कहते हैं पहनने में कोई दिक्कत नहीं. അപ്പൊ അവരോടല്ല ചോദിക്കേണ്ടത് ധരിക്കണോ ധരിക്കണ്ടായോ എന്ന്, സ്വർഗത്തിലെ ദൈവത്തോടാ. हमें उनसे नहीं पूछना है कि पहनना है कि ना पहनना है, हमें स्वर्ग से पूछना है कि पहनूं कि ना पहनूं. അവർ ഇന്ന് പറയുന്നത് നാളെ തിരിച്ചു പറയും. वो जो संसार के लोग हैं, जो संसार के उपदेशक हैं, वो आज जो बोलते हैं वो कल किसी और बात को कहकर हमें कहेंगे. എന്നാൽ എന്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റമില്ല. लेकिन हमारा स्वर्ग से परमेश्वर एक बात कहता है तो उसमें कोई बदलाव नहीं होता. അന്ന് അങ്ങനെ പറഞ്ഞവർ ഇന്ന് തിരിച്ചു പറയുമ്പോ അന്ന് ആഗ്രഹിച്ചവർ പകരം ഇന്ന് അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. तो पहले जो ऐसे कहते थे वे आज इस बात को नहीं कहते हैं. जब पहले उन्हें अच्छा नहीं लगता था, आज अच्छा लग रहा है तो वो बात को बदलाव कर रहे हैं. ഞാൻ ഉപയോഗിക്കേണ്ടെന്നും പറഞ്ഞില്ല, ഉപയോഗിക്കാനും പറഞ്ഞില്ല. ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടായോ എന്ന് കർത്താവിനോട് ചോദിക്കണം. तो मैं ये नहीं कह रहा हूँ कि आपको जेवरात पहनना है, मैं ये भी नहीं कह रहा हूँ जेवरात नहीं पहनना है. मैं ये कहना चाहता हूँ अगर पहनना है या ना पहनना है हमें स्वर्ग से पूछना है. കർത്താവ് പറയുന്നത് അനുസരിക്കാനാ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കുന്നത്. पवित्र आत्मा हमसे इस प्रकार सिखाता है कि परमेश्वर जैसा कहते हैं वैसे अपने जीवन को व्यतीत करना है. ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുന്നു, അതിനനുസരിച്ച് ജീവിക്കാനാ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത്. मसीह की शिक्षा हमें क्या सिखाती है, मसीह हमें कैसा जीना सिखाता है, उस बात को हमें ध्यान देना है, ये हमें आत्मा सिखाता है. ലേഖനം 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ, सॉरी पर्सनल रेफरेंस, रोमर 16 अध्याय का 17-18 जो रोमी है, रोमी अध्याय, रोमी की किताब उसका 16वां अध्याय में हम आएंगे 17-18 और उसका 17वां और 18वें वचन में इस प्रकार लिखा हुआ है, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെ, ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നും ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രയെ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്യുന്നു. अब हे भाइयों, मैं तुमसे विनती करता हूं कि जो लोग उस शिक्षा के विपरीत जो तुमने पाई है फूट डालने और ठोकर खिलाने का कारण होते हैं, उन्हें ताड़ लिया करो और उनसे दूर रहो, क्योंकि ऐसे लोग हमारे प्रभु मसीह की नहीं परंतु अपनी पेट की सेवा करते हैं और चिकनी चुपड़ी बातों से सीधे साधे मन के लोगों को बहका देते हैं. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി പറയുന്നവരോട് ചേർന്ന് പോകാനല്ല കർത്താവ് പറയുന്നത്. जो आपने सीखा, जो आपने आपके जीवन में जो पहले था, उसे एक नए उपदेश की तरह से अगर कोई हमें बताता है तो उनके साथ हमें नहीं जाना है, അവരോട് അകന്നുകൊള്ളണം. उनसे थोड़ा दूरी बनाए रखना है.
വിപരീത ഉപദേശം ആര് പറഞ്ഞാലും അവരോട് അകലുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത്. गलत शिक्षा, गलत उपदेश जो सुनाते हैं, सिखाते हैं, उनके साथ ना चलकर उनसे अलग रहने के लिए वचन हमसे कहता है. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ जब एफेसियों की किताब उसका 4थे अध्याय हम पढ़ते हैं तो അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്. उसका 16वां वचन इस प्रकार कहता है, 14वां वचन इस प्रकार कहता है, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ उनके साथ विश्वास की ढाल लेकर स्थिर रहो, जिससे तुम उस दुष्ट के सब जलते हुए तीर को भुसा सको. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും നമ്മളെ തെറ്റിച്ചു കളയാതിരിക്കേണ്ടതിന് हमें मनुष्य की शिक्षाओं से दूर रहने के लिए ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആലഞ്ഞുഴലുന്നവരാകരുത്. हमें उन उपदेशों के साथ, उनके साथ उन्हें एक जैसा नहीं बनना है, उनसे अलग रहना है. ശിശുക്കൾ അതെ എന്താ പറഞ്ഞാലും അങ്ങോട്ട് പോകാൻ പറഞ്ഞ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഇങ്ങോട്ട് വരും. वो जो शिष्य थे वो जो अपनी बातों को और कहते थे, दूसरे लोग कुछ और बातों कुछ और कहते थे. നാം അങ്ങനെ ശിശുക്കളെ പോലെ ആകരുത്. हम उनके समान नहीं बनना है. നമ്മൾ ഉപദേശത്തിൽ ഉറച്ചു നിലനിൽക്കുന്നവരാകണം. हम अपने उपदेशों पर, अपनी शिक्षाओं पर हमें स्थिर रहना है. ഓർപ്പിച്ചു വന്ന ഇതിന്റെ താല്പര്യം हमें ये इसलिए हम इस बात को सीख रहे हैं, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാൻ, क्योंकि शिष्य अपनी तरफ आकर्षित ना करें. വിപരീത ഉപദേശങ്ങളുമായി ചിലർ വരും. कुछ लोग, कुछ शिष्य अपनी तरफ आकर्षित करने के लिए अलग अलग उपदेश लेकर आएंगे. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. और वैसे लोग हमारे मध्य में से भी उठेंगे. ആര് വിപരീത ഉപദേശം പറഞ്ഞാലും തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. कोई भी उठे और उन उपदेशों को सीखकर, उन्हें समझकर, अलग रहकर उसमें भटकने के बजाय उनसे दूर रहने वाले लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ. ഒരാൾ സംഗീച്ചെന്ന് പറഞ്ഞ് പ്രസംഗം കേട്ട് എല്ലാത്തിനും സ്തോത്രം പറയരുത്, എല്ലാത്തിനും ആമീൻ പറയരുത്. जो हम सुनते हैं हर बातों को कहकर हम आमेन बोलते हैं, धन्यवाद करते हैं, हमें ऐसा नहीं करना चाहिए. ദൈവവചനം പ്രസംഗിച്ചത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്നവരായിരിക്കണം. हमें वचन जैसा सुनते हैं हम उसे वचन में टटोल कर क्या ऐसा लिखा है, बातों को समझकर ही उसे आगे बढ़ाना है. കേൾക്കുന്നതിനെല്ലാം ആമീൻ പറഞ്ഞു പോകുകയല്ല, കേട്ടത് ദൈവവചനത്തിന്റെ ഉപദേശമാണോ എന്ന് ദൈവമക്കൾ പരിശോധിക്കണം. जो बातें सुनकर हम उस पर मनन, मतलब सीधा लागू ना कर कर, वचन से टटोल कर, समझ कर, जांच कर उसमें आगे बढ़ना है. അല്ലാതെ ഓരോരുത്തരും പറയുന്ന ഉപദേശമനുസരിച്ച് പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. परमेश्वर ने हमें इसलिए नहीं बुलाया कि किसी और लोगों की बातों को सुनकर, और लोगों के उपदेश को सुनकर अपने जीवन को व्यतीत करने के लिए परमेश्वर ने हमें नहीं बुलाया है. ഈ ഒരു പുസ്തകം വെച്ച് 100 തരം ഉപദേശങ്ങൾ ഇന്ന് അതേ ലോകത്തിലുണ്ട്. इस एक ही वचन को देखकर हम अलग अलग, मतलब संसार में करीब बहुत सारी उपदेशों को लोग इसमें से निकालते हैं. ചില വർഷങ്ങൾക്ക് മുൻപ് ചിലർ പറഞ്ഞു കർത്താവ് അത് ഇത്ര 2000 വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. कुछ वर्षों पहले ऐसी शिक्षा हुई थी कि इसी युग में प्रभु यीशु मसीह आएंगे, प्रभु यीशु मसीह का आगमन होगा. അത് 2000 കർത്താവ് വരുമെന്ന് കാത്തിരുന്നിട്ടും കർത്താവ് വന്നില്ല. ऐसा वो कहकर वो लोगों को भ्रमित कर रहे थे. परमेश्वर का आगमन आ गया है, कुछ वर्षों में हो जाएगा, ये बात कर वो कह रहे थे, लेकिन प्रभु नहीं आया. ആ ഉപദേശം എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾ പരിശോധിക്കണം. आपको ये सीखना है, आपको समझना है कि वो शिक्षा कहाँ से आई. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. ऐसा कोई विशेष युग के बारे में वचन में नहीं लिखा है.
കർത്താവ് പറയുന്നുണ്ട്, അതേ പിതാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല, പുത്രന് പോലും അറിയത്തില്ല എപ്പോഴാ വരവെന്ന്. प्रभु यीशु मसीह इस प्रकार कहते हैं, ये बात सिर्फ पिता जानता है, पुत्र भी इन बातों को नहीं जानता है। അപ്പൊ പിന്നെ എങ്ങനെയാ ഇവർക്ക് അറിയാൻ കഴിഞ്ഞത് 2000 കർത്താവ് വരുമെന്ന്? लेकिन अगर पुत्र को नहीं पता तो इन्हें कैसे पता कि प्रभु यीशु मसीह इसी वर्ष में आएंगे? ആ ഉപദേശം എവിടുന്ന് കിട്ടി? वो ये उपदेश कहाँ से आया? ആ ഉപദേശത്തിന്റെ കൂടെ അനേകർ കടന്നു പോകുവാനിടയായി. और मैंने देखा कि इस उपदेश को सुनकर बहुत सारे लोग भ्रमित हो गए। ചില നാളുകൾക്ക് മുമ്പ് സംഭവിച്ച നമുക്കറിയാം. ये कुछ वर्षों के पहले की ही बात है। ആഫ്രിക്കയിലോ എവിടെയോ അതേ കർത്താവ് ഉടനെ വരുമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുമായി അവരുടെ വസ്തുവകളെല്ലാം വിറ്റുപറക്കി അവർ നേരെ വനത്തിൽ പോയി കാത്തിരിക്കുക യേശു വരുമെന്ന് പറഞ്ഞു. तो कुछ वर्ष पहले अफ्रीका में इस प्रकार हुआ कि ऐसा एक उपदेश निकला कि प्रभु आ रहा है, तो उन्होंने अपने सभी जो उनके जो सामान थे, उनके जो चीजें थी, उन्हें बेचकर वे जंगल की तरफ चले गए, प्रभु आ रहा है कहकर। അവരുടെ എല്ലാ വസ്തുവകളും വിറ്റുപറക്കി അത് ഇല്ലാതാക്കുവാനിടയായി. तो उन्होंने अपने सभी चीजों को खोकर नुकसान कर कर अपने वस्तुओं को बेचकर वे आगे बढ़ गए, मतलब जंगल की तरफ आ गए। ആ വനത്തിൽ പട്ടിണി കിടന്ന് അവരിൽ ഏകദേശം 300 പേരോളം മരിക്കാനിടയായി. और कई सारे लोग उस जंगल में आकर भूखमरी से मारे गए। ആ ഉപദേശം പറഞ്ഞവനെ അറസ്റ്റ് ചെയ്യുവാനിടയായി. और बीते दिनों में मैंने ऐसा सुना कि जिसने उपदेश फैलाया था उसे गिरफ्तार कर लिया गया है। ആ ഉപദേശം എവിടുന്ന് കിട്ടി? ये उपदेश कहाँ से आया? അത് ദൈവവചനത്തിന്റെ ഉപദേശമല്ല. ये परमेश्वर के वचन में लिखा हुआ उपदेश नहीं है। ഞാൻ ഓർപ്പിച്ചു വന്നതിന്റെ താല്പര്യം, मैं कहने के पीछे का ये कारण ये है, ഒരു ബൈബിളിന്റെ പിറകിൽ 100 തരം ഉപദേശങ്ങളുമായി അനേകൻ ഇറങ്ങിയിട്ടുണ്ട്. प्रियो, हम एक बात को समझे, इस वचन के ऊपर अनेक अनेक उपदेश लोग कहकर हमें सुनाते हैं। ആരെല്ലാം ഏതെല്ലാം ഉപദേശം പറഞ്ഞാലും നമ്മൾ കാത്തിരിക്കുന്ന കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് വചനം പറയുന്നു. वचन इस प्रकार कहता है, अचानक से परमेश्वर आएगा, परमेश्वर का आगमन अचानक से होगा, ये वचन हमें सिखाता है। അതുകൊണ്ട് ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാ. तो मैं उस वचन को भी पढ़कर अपने शब्दों को विराम दूंगा। മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം. मत्ती उसका 25वां अध्याय उसका 15 वचन में इस प्रकार लिखा हुआ है, ആകയാൽ നാളും നാഴിയും അറിയായ്ക കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. मैथ्यू चैप्टर 25 13. इसलिए जागते रहो क्योंकि तुम ना उस दिन को जानते हो और ना उस घड़ी को जानते हो। കർത്താവ് വരുന്ന നാളും നാഴികയും നമുക്കറിയില്ല. हमें समय और किस दिन आएगा, हमें इन बातों को हम नहीं जानते हैं। എപ്പോഴെങ്കിലും വരുമെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു ഉപദേശവുമായി ഇറങ്ങിയാൽ അതിന്റെ പിന്നാലെ പോകരുത്. क्यों कोई ऐसा उपदेश कहता है कि इस दिन इस घड़ी परमेश्वर आएगा, हमें उसके पीछे नहीं जाना है। കാരണം കർത്താവ് വരുന്ന നാളും നാഴികയും അറിയയില്ല. ഏത് സമയം അതിനായി ഉണർന്നിരിക്കണം. हमें जागते रहने की आवश्यकता है, हमें दिन नहीं पता, हमें वो घड़ी नहीं पता कि प्रभु यीशु मसीह कब आएंगे। ഈ ഉപദേശവുമായിട്ടല്ലാതെ വേറെ ഏത് ഉപദേശവുമായി വന്നാലും ദൈവമക്കൾ അതിനെ അംഗീകരിക്കരുത്. ऐसा कोई भी उपदेश अगर हमारे जीवन में आता है तो प्रियो, हमें उसमें भटकने नहीं है। മത്തായി സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യം വായിക്കുമ്പോൾ, मत्ती उसका 24वां अध्याय उसका 42 वचन को हम पढ़ते हैं तो, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരും എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പി. इसलिए जागते रहो क्योंकि तुम नहीं जानते कि तुम्हारा प्रभु किस दिन आएगा। കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുകാർ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കും. परंतु ये जान लो कि यदि घर का स्वामी जानता होता कि चोर किस पहर आएगा तो जागता रहता। കള്ളൻ വരുന്ന സമയം ആർക്കും അറിയത്തില്ല. चोर कब आएगा, कैसे आएगा, किसी को नहीं पता। ഏത് സമയത്തും കള്ളൻ വീട്ടിൽ കയറാം. कभी भी वो चोर हमारे घर में आ सकता है।
അവൻ വരുന്നതെല്ലാം രാത്രിയിലാണ്. वो कभी भी आ सकता है, रात को भी आ सकता है. ഇതുപോലെയാണ് കർത്താവ് വരുന്നത്. ऐसा ही प्रभु का दिन भी आएगा. യേശു ക്രിസ്തു ഏത് സമയം വരുമെന്ന് അറിയാത്തത് കൊണ്ട് यीशु मसीह किसी भी समय आ सकता है, इसीलिए ഏത് സമയം ദൈവമക്കൾ ഉണർന്നിരിക്കണം. तो हम मसीही, हम विश्वासियों को हर समय जागते रहने की आवश्यकता है. ഇല്ലെങ്കിൽ കർത്താവ് വന്ന് നാം കൈവിടപ്പെടുവാനിടയായിത്തീരും. तो अगर प्रभु आएगा तो हम भटक जाएंगे, हम खो जाएंगे. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ जब परमेश्वर का वचन हम पढ़ते हैं तो നാം ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെടുവാനിടയാകും. तो अगर हम जागते ना रहेंगे तो प्रभु के दिन में हम भटक जाएंगे, हम खो जाएंगे, हम रह जाएंगे. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത്, इसलिए परमेश्वर का आत्मा हमें इस बात को कहकर जगाता है, നാം എപ്പോഴും ഉണർന്നിരിക്കണം. हमें हर समय जागे रहने की आवश्यकता है. എപ്പോഴാണ് കർത്താവ് വരുന്നത് നമുക്കറിയില്ല. हमें नहीं पता किस दिन किस घड़ी प्रभु आएगा. കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മെ വിഴുങ്ങിക്കളയാൻ, वो हमें परमेश्वर के आगमन से पहले हमें खत्म करने के लिए, हमें फाड़ने के लिए, കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മെ വലിച്ചു കൊണ്ടുപോകാൻ, हमें परमेश्वर के आगमन से पहले हमें अपनी पदवी से हटाने के लिए പിശാചോ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരോ ഒക്കെ വരാം. शैतान और अनेक जो झूठी शिक्षाओं को उपदेश देने वाले लोग आएंगे. എന്നാൽ അതിലകപ്പെട്ടു പോകാതിരിപ്പാൻ നമുക്ക് ഉണർന്നിരിക്കാം. लेकिन उसमें हम ना भटके, इसलिए हमें जागे रहने की आवश्यकता है. സമയം കഴിഞ്ഞു. ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുക. मेरा समय समाप्त हो रहा है. एक और वचन मैं बोलकर मैं समाप्त करना चाहता हूँ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം लूका रचित सुसमाचार അതിന്റെ 21-ാം അധ്യായം उसका 21वां अध्याय 34 മുതൽ ഉള്ള വാക്യങ്ങൾ, उसका 34 से लेकर आगे के वचन को पढ़ना चाहता हूँ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. इसलिए सावधान रहो, ऐसा ना हो कि तुम्हारा मन खुमार, मतवालेपन और इस जीवन की चिंताओं से सुस्त हो जाए और वो दिन तुम पर फंदे के समान अचानक आ पड़े, क्योंकि वो सारी पृथ्वी के सब रहने वालों पर इसी प्रकार आ पड़ेगा. इसलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य रहो. ഇത് അതിഭക്ഷണത്തിന്റെ കാലമാണ്. प्रियो, ये अंत का समय आ रहा है. ഇത് അതിഭക്ഷണത്തിന്റെ കാലമാണ്. ये प्रियो एक अलग दिन हमारे बीच में आ रहा है. അതല്ല മോനെ, 34-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ. प्रियो, तुम्हारा मन खुमार और मतवालेपन वाला समय चल रहा है. അതിഭക്ഷണം അത് ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. प्रियो, हम एक बात को समझें, ऐसा ही एक पीढ़ी के में हम रह रहे हैं, मतवालेपन के पीढ़ी में हम रह रहे हैं. ഇതിൽ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, ഒരു കാലത്ത് നമ്മൾ വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ജീവിച്ച കാലം. आप प्रियो, हमारे बीच में जो बड़े हैं वे सब जानते हैं पहले की कठिनाइयों के बारे में. അന്നത്തെ കാലം മാറി. ഇന്ന് എത്ര കിട്ടിയാലും കഴിക്കാനുള്ള ആഗ്രഹം, അന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു. प्रियो, उन दिनों ऐसा था कि कुछ भी हमें मिल जाए तो हम जीवन को व्यतीत करेंगे, लेकिन आज ऐसा नहीं है. जितना भी चाहो वो कम है. എത്രയും കഴിക്കാനുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളെ അത് അലട്ടിക്കൊണ്ടിരിക്കുക. हमारे बच्चों में ऐसा है कि जितना भी खाएं, जितना भी हम देखें वो उन्हें कम लगता है. മുൻകാലങ്ങളിൽ ഉപജീവന ചിന്തയുടെ ഭാരമൊന്നുമില്ലായിരുന്നു. पहले दिनों में कोई चिंताओं को लेकर हमारे अंदर कोई दबाव नहीं था, हमारे ऊपर कोई चिंता नहीं थी. ഇന്ന് ഉപജീവന ചിന്തയുടെ ഭാരമാണ്. हमारे ऊपर आज के समय में जीवन के प्रति चिंताएं आ गई हैं. അതെ, മുൻകാലങ്ങളിൽ 5, 8, 10 മക്കളായിരുന്ന ഒരു വീട്ടിൽ
अब पहले दिनों में ऐसा होता था कि एक घर में 5, 6, 10 बच्चे होते थे। ആ കുഞ്ഞുങ്ങൾക്ക് എന്തു കൊടുക്കുമെന്നോ അവരെ എങ്ങനെ വളർത്തുമെന്നോ അന്നത്തെ മാതാപിതാക്കൾ ചിന്തിച്ചില്ല. उन दिनों में बच्चे जो पैदा होते थे उनके कैसे पालन करना है, कैसे बढ़ाना है, उनके बारे में माँ बाप को कोई उनको पता नहीं था। എന്നാൽ അന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ വളർന്ന് ഇന്നത്തെ നിലയിലെത്തി. लेकिन आज उन दिनों में से भी किसी प्रकार वे अपने जीवन को व्यतीत कर कर आज यहाँ तक पहुंच गए हैं। എന്നാൽ ഇന്ന് ഒരു കുഞ്ഞ് കഴിഞ്ഞ് രണ്ടാമതൊന്ന് വേണോന്ന് ചിന്തിക്കുക. കാരണം എങ്ങനെ വളർത്തും? एक बच्चे होने के बाद दूसरा बच्चे को चाहिए कि नहीं, इस बात को लेकर जीवन के प्रति चिंता है कि कैसे पालेंगे। ദൈവം തരാൻ ആഗ്രഹിക്കുന്ന തലമുറകളെ പോലും വേണ്ടാന്ന് വെക്കുന്ന ഒരു അതേ സമൂഹത്തിന്റെ നടുവിലായി ഇന്ന് നാം ആയിരിക്കുന്നത്. आज हम ऐसे एक समाज में रहते हैं कि परमेश्वर के द्वारा दिया हुआ प्रतिफल चाहिए कि नहीं, इस बात को लेकर अपने जीवन में चिंता करते हैं। ഞാൻ പറയും, നിങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കണം. അവർക്ക് എത്ര തലമുറകളെ ദൈവം കൊടുത്താലും അതിനെ വേണ്ടെന്ന് വെക്കാതിരിപ്പാൻ. हमें ऐसा बच्चों को सिखाना है कि अगर प्रभु हमें कितनी भी पीढ़ियां अगर दे रहा है तो उससे हमें उसे हम मना ना करें, उसे हम लेकर चिंतित होकर ना बैठे। കഴിഞ്ഞ ദിവസം ഞാൻ അതേ ഹോസ്പിറ്റലിൽ ഒരു ഡെലിവറി ഒരു കുഞ്ഞിനെ കാണാൻ പോയി. 4ാമത്തെ കുഞ്ഞാണ്. मैं बीते दिनों में मैं एक अस्पताल में गया, एक बच्चे के डिलीवरी के लिए गया था, तो वहां पे उनका 4था बच्चा था। അതെ, അവർക്ക് ദൈവം 4 തലമുറകളെ നൽകി. तो परमेश्वर ने उन्हें 4 बच्चे दिए हैं। എനിക്ക് വളരെ സന്തോഷം തോന്നി. मुझे बड़ा ही आनंदित हुआ। നമ്മളാണ് ചിന്തിക്കും, ഒന്ന് കഴിഞ്ഞ് രണ്ടാമതൊന്നുണ്ടായാൽ എന്തോ ചെയ്യും, എങ്ങനെ ജീവിക്കും? अगर मुझे बड़ा ही आनंद हुआ, लेकिन अगर हम होते तो प्रियो 1 होता, 2 होता, फिर हम कैसे अपने बच्चों को बढ़ाएंगे, हम ये सोचकर चिंतित करते। ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं उस पे आगे नहीं बढ़ूंगा। ഇങ്ങനെയുള്ള ഭാരങ്ങൾ ഉണ്ടായിട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത നിലകളിലായി പോരരുത്. കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ പ്രാപ്തരാകണം. ऐसी चिंताओं में बैठकर सुस्त ना होकर हमें परमेश्वर के सामने खड़े रहना है। इस बात को हमें प्रियो ध्यान देना है। ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം എപ്പോഴെങ്കിലും ദൈവം അവസരം തരുമ്പോൾ ബാക്കിയുള്ള ഭാഗവും ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये आगे का भाग भी किसी दिन हम समय मिलने पर हम उसको विचार करेंगे, मनन करेंगे। ദൈവത്തിന്റെ വചനത്തിൽ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മ പറയുക, നമ്മൾ ഉണർന്നിരിക്കണം. पौलुस के द्वारा पवित्र आत्मा हमसे इस प्रकार कहता है, प्रियो हमें जागते रहने की आवश्यकता है। പിശാച് വിഴുങ്ങാതിരിക്കേണ്ടതിന്, शैतान हमें नाश ना करे, വിപരീത ഉപദേശത്തിന്റെ പിന്നാലെ പോകാതിരിക്കേണ്ടതിന്, गलत उपदेश देने वाले हमें ना भटका सके, കർത്താവിന്റെ വരവിങ്കൽ കാണപ്പെടേണ്ടതിന്, हमें परमेश्वर के आगमन में हम रह ना जाए, इसीलिए മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്, परमेश्वर के सामने, प्रभु यीशु मसीह के सामने खड़े रहने के योग्य बने रहने के लिए ഈ 4 വിഷയങ്ങൾ മാത്രമാണ് ഞാൻ ഈ പ്രഭാതത്തിലെടുത്തത്. आज के सुबह के समय में इन्हीं 4 विषयों पर हम विचार कर रहे थे, मनन कर रहे थे। കർത്താവിന്റെ വരവിനെ നമുക്ക് ഒരുങ്ങാം. प्रियो, परमेश्वर के आगमन के लिए हमें तैयार रहना चाहिए। മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തി നേടാം. परमेश्वर के सामने खड़े रहने के लिए, योग्य बनने के लिए हम अपने आप को कोशिश करें। അതിനായി നമ്മെ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. उन सभी के लिए परमेश्वर हमें तैयार करने के लिए मैं परमेश्वर के सामने प्रार्थना करते हुए अपने शब्दों को विराम देना चाहता हूँ। ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सभी को बहुदायत से आशीष करे। ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. हमारे परिवार के लिए, हम सभी के लिए आप सब प्रार्थना करें। परमेश्वर आपको आशीष करे।